കുറച്ച് നാളുകളായി നമ്മൾ ഇന്ത്യക്കാർ കേൾക്കുന്ന ഒരു പേരാണ് ഹിൻഡൻബർഗ് എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ ആരാണ് ഈ ഹിൻഡൻബർഗ്? എന്താണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്? നമുക്ക് നോക്കാം. ദിസ് ഈസ് മീ ജോർജ് കുട്ടി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഫ്യൂച്ചർ ഫീഡ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഹിൻഡൻബർഗ് എന്നുള്ളത് ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്. അതെ, 2017 US പ്രവർത്തനം ആരംഭിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് ഫേമാണ് ഹിൻഡൻബർഗ് എന്നുള്ളത്. അതിന്റെ ഫൗണ്ടറുടെ പേരാണ് നഥാൻ ആൻഡേഴ്സൺ. അവർ ഈ കമ്പനിക്ക് ഹിൻഡൻബർഗ് എന്ന് പേരിട്ടതിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. ഇനി എന്താണ് ഇവർ പ്രധാനമായും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ പറ്റി വിശദമായി പഠിച്ച് ഒരു ഫോറൻസിക് സ്റ്റഡി തന്നെ നടത്തി അവർ അവിടെ ആ കമ്പനിയിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ ഫ്രോഡ് അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസോ അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അക്കമിട്ട് ഹിൻഡൻബർഗിന്റെ വെബ്സൈറ്റ് വഴി പുറത്തുവിടുന്നു. അതോടൊപ്പം തന്നെ ഈ ടാർഗറ്റഡ് കമ്പനിയിലെ ഓഹരികളിൽ ഒരു ഷോർട്ട് പൊസിഷൻസും ഇവർ എടുത്തു വെക്കും. അങ്ങനെ ലാഭം ഉണ്ടാക്കലാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്. ഇനി ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഈ ഒരു ഷോർട്ട് സെല്ലർ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് സ്റ്റോക്കിന് നല്ല വിലയുള്ള സമയത്ത് സ്റ്റോക്ക് ബോറോ ചെയ്യുന്നു, കടം വാങ്ങുന്നു. ആ കടം വാങ്ങിയ സ്റ്റോക്ക് ഓപ്പൺ മാർക്കറ്റിൽ നല്ല വിലയുള്ള സമയത്ത് തന്നെ വിൽക്കുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ ഈ സ്റ്റോക്കുകൾ മേടിക്കുന്നു. എത്രയാണോ ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്ത് അത്രയും ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നു. അങ്ങനെ ആ സെല്ല് ചെയ്ത സ്റ്റോക്കിനെ വാങ്ങി ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന ഇതുണ്ടല്ലോ, കൂടിയ വിലയിൽ വിൽക്കുന്നു, കുറഞ്ഞ വിലയിൽ വാങ്ങിക്കുന്നു. ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് ഷോർട്ട് സെല്ലറിന്റെ ലാഭം എന്ന് പറയുന്നത്. ഈ ഹിൻഡൻബർഗിനെ വെറും ഒരു ഷോർട്ട് സെല്ലറായി കണക്കാക്കാൻ വരട്ടെ. 2020 US സ്ഥാപിതമായിട്ടുള്ള നിക്കോള കോർപ്പറേഷൻ എന്ന ഒരു ട്രക്ക് മാനുഫാക്ചറിംഗ് കമ്പനിക്കെതിരായിട്ട് അവരുടെ കള്ളത്തരങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഹിൻഡൻബർഗ് വെബ്സൈറ്റിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അന്ന് $66 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ സ്റ്റോക്ക് നേരെ $2 കൂപ്പുകിട്ടി. അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് പണം നഷ്ടമായി. ഇത് സത്യമാണെന്ന് തെളിഞ്ഞതോടെ നിക്കോള കോർപ്പറേഷന്റെ ഫൗണ്ടറായ ട്രെവർ മിൽട്ടനെ 4 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കും വിധിച്ചു. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളുടെയും റിപ്പോർട്ടുകൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ 2023 ജനുവരി മാസം നമ്മൾ ഇന്ത്യക്കാരെ ഞെട്ടിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ടുമായി വന്നു. അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്കുകളിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നും അക്കൗണ്ട്സിൽ ഫ്രോഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുമായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്കുകൾ ആ സമയത്ത് ഒരുപാട് താഴേക്ക് താന്നു. ഏകദേശം പകുതിയിലേറെ താഴേക്ക് കൂപ്പുകുത്തുകയാണ് അന്ന് അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്കുകൾക്ക് ഉണ്ടായത്. അതിനുശേഷം സെബി ഒരു അന്വേഷണത്തിന്, ഈ റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷെ ആ അന്വേഷണം ഇതുവരെ തീർന്നിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്കുകൾ താഴ്ചയിൽ നിന്ന് വീണ്ടും കരകയറി. അങ്ങനെയിരിക്കെ 2024 ജൂലൈ മാസം സെബി ഹിൻഡൻബർഗിന് ഒരു ഷോക്കോസ് നോട്ടീസ് നൽകി. അതെന്തിനാണെന്ന് വെച്ചാൽ 2023 ജനുവരി മാസം അദാനിക്കെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഹെഡ്ജ് ഫണ്ടർക്ക് കൈമാറി എന്ന് കണ്ടതിന് ശേഷമാണ് സെബി ഇങ്ങനെയൊരു ഷോക്കോസ് നോട്ടീസ് ഹിൻഡൻബർഗിന് അയക്കുന്നത്. അതിനുശേഷം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10 ഹിൻഡൻബർഗ് സെബി ചെയർപേഴ്സൺ മാധവി ബൂരിബുച്ചിനും അവരുടെ ഹസ്ബൻഡ് ദേവാൽ ബുച്ചിനും അദാനി ഗ്രൂപ്പിന് ബന്ധമുള്ള ഒരു ഓഫ്ഷോർ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് ആരോപിക്കുന്നു. അതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് 2023 ജനുവരി മാസം കൊടുത്ത റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള അന്വേഷണം സെബി വൈകിപ്പിക്കുന്നതെന്നും ആരോപണത്തിൽ പറയുന്നു. എന്നാൽ മാധവി ബൂരിബുച്ചും അവരുടെ ഹസ്ബൻഡ് ദേവാൽ ബുച്ചും ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കൂടാതെ സെബി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഇറക്കി. പക്ഷേ ഇത്തവണ നമ്മൾ ആരും വിചാരിച്ചതുപോലെ മാർക്കറ്റ് കാര്യമായി ഇടിഞ്ഞില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി ഹിൻഡൻബർഗിന്റെ അടുത്ത നീക്കമെന്ന്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവർ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു പേര് ഈ കമ്പനിക്ക് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടെന്ന്. ശരിക്കും ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ഒരു എയർഷിപ്പ് ആയിരുന്നു. ആ എയർഷിപ്പ് 1937 മെയ് മാസം 6 US വെച്ച് ഒരു അപകടത്തിൽപ്പെട്ടു. ശരിക്കും ആ അപകടം ഒഴിവാക്കാനാകാവുന്ന മനുഷ്യനിർമ്മിത അപകടമെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒഴിവാക്കാനാകാവുന്ന മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെ ഹിൻഡൻബർഗ് ഡിസാസ്റ്റർ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് കമ്പനി ഈ ഹിൻഡൻബർഗ് എന്നുള്ള പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്യൂച്ചർ ഫീഡ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു.